അദ്വീസ് ഫോർച്യൂണിലേക്ക് സ്വാഗതം. രാധയുടെ ശാപമേറ്റ കൃഷ്ണപ്രിയ ധർമ്മധ്വജന്റെയും മാധവിയുടെയും മകളായി തുളസി ദേവിയായി ഭൂമിയിൽ ജനിക്കുന്നു. ഒരു ദിവസം തുളസി ദേവി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. അവിടെ ഭക്തിയിൽ മുഴുകിയിരുന്നത് ഭഗവാൻ ഗണേശനായിരുന്നു. ഗണേശ ഭഗവാനിൽ അവൾ വളരെ ആകൃഷ്ടയായി. ഗണേശനെ ധ്യാനത്തിൽ നിന്നും ഉണർത്താൻ തുളസി ശ്രമിച്ചു. ധ്യാനത്തിൽ നിന്നും ഉണർന്ന ഗണേശൻ തുളസിയെ തന്റെ മുന്നിൽ കണ്ടു. അവളുടെ വംശപരമ്പരയും ഉദ്ദേശവും ഭഗവാൻ അന്വേഷിച്ചു. ഗണപതിയെ കണ്ട് മോഹിച്ച തുളസി അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇത് കേട്ട ഗണേശൻ ഇപ്രകാരം പറഞ്ഞു: തപസ് അനുഷ്ഠിക്കുന്ന ഒരാളെ ശല്യപ്പെടുത്തുന്നത് പാപമാണ്. അത് ദോഷത്തിലേക്ക് നയിക്കുന്നു. ഇത് ഒരിക്കലും ഇനി ആവർത്തിക്കരുതെന്നും ഉപദേശിക്കുന്നു. അതുമാത്രമല്ല, താൻ എന്നും അവിവാഹിതനായി തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നും തുളസിയോട് പറഞ്ഞു ഗണേശൻ. അവളുടെ വിവാഹ അഭ്യർത്ഥന നിരസിക്കുകയും മറ്റൊരു ഭർത്താവിനെ അന്വേഷിക്കാനായി അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ തിരസ്കരണത്തിൽ ദുഃഖിതയായ തുളസി ഗണേശനോട് അതിയായ ദേഷ്യം തോന്നി. എന്നെങ്കിലും ബ്രഹ്മചര്യം മറികടക്കേണ്ടി വരുമെന്ന് തുളസി ശപിക്കുന്നു. ഇത് കേട്ട ഗണപതി കുപിതനായി. ഒരു രാക്ഷസന്റെ ഭാര്യയായി തുളസി ജീവിക്കുമെന്നും പിന്നീട് പുണ്യസസ്യമായി മാറി ശാപമോക്ഷം ലഭിക്കുമെന്നും അറിയിക്കുന്നു. പക്ഷേ ഒരിക്കലും തനിക്കുള്ള പൂജകളിൽ ആ ചെടി ഉൾപ്പെടുത്തില്ല എന്ന ശാപവും ഗണപതി നൽകി. ഗണേശന്റെ ശാപപ്രകാരം തുളസി ജലന്ധരൻ എന്ന രാക്ഷസന്റെ ഭാര്യയായി മാറി. ശിവാംശമായ ജലന്ധരൻ ശിവപ്രീതി നേടി ദൈവങ്ങൾക്ക് തന്നെ തോൽപ്പിക്കാനാവരുതെന്നും അമരത്വം വേണമെന്നും വരം നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഭാര്യയുടെ പാതിവൃത്യം നഷ്ടപ്പെട്ടാലും കൃഷ്ണകവചമെന്ന പടച്ചട്ട നഷ്ടപ്പെട്ടാലും മരണവും തോൽവിയും സംഭവിക്കാമെന്ന വരമാണ് ജലന്ധരന് ലഭിച്ചത്. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരബലത്താൽ 3 ലോകവും അടക്കി വാണു ജലന്ധരൻ. ജലന്ധരന്റെ ആക്രമങ്ങൾ നിരന്തരം കൂടിക്കൂടി വന്നു. ദേവന്മാർക്ക് ഒരിടത്തും സ്ഥാനമില്ലാതായി. അവർ പരമശിവനെ സമീപിച്ച് അസുരഭരണം അവസാനിപ്പിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. പത്നിയായ തുളസിയുടെ പാതിവ്രത്യ ശക്തിയാണ് ജലന്ധരനെ അജയനാക്കി തീർക്കുന്നതെന്നും അവളുടെ ചാരിത്രത്തിൽ ഭംഗം വരാതെ അസുരനെ നിഗ്രഹിക്കുക സാധ്യമല്ലെന്നും പരമശിവൻ ദേവന്മാരെ ധരിപ്പിച്ചു. അവർ മഹാവിഷ്ണുവിനെ സമീപിച്ചു. മഹാവിഷ്ണു അസുര നിഗ്രഹത്തിനായി കപടതന്ത്രം തന്നെ കൈക്കൊണ്ടു. യുദ്ധവേളയിൽ മഹാവിഷ്ണു ജലന്ധരന്റെ കപടവേഷം പൂണ്ട് തുളസിയുടെ ചാരിത്രത്തിനു ഭംഗം വരുത്തുക എന്നതായിരുന്നു മഹാവിഷ്ണു നിർദ്ദേശിച്ച കുതന്ത്രം. നിർദ്ദിഷ്ട തന്ത്രം നിർവഹിക്കപ്പെട്ടതോടെ രാക്ഷസൻ വധിക്കപ്പെട്ടു. താൻ വഞ്ചിതയായി എന്നറിഞ്ഞ തുളസി വിഷ്ണുവിനെ ശപിച്ചു. അങ്ങയുടെ പത്നിക്കും പാതിവ്രത്യം തെളിയിക്കേണ്ടി വരും എന്ന് ശപിച്ചു. ജലന്ധരന്റെ അധർമ്മങ്ങളെപ്പറ്റി ദേവിക്ക് വിവരിച്ചു നൽകി. തെറ്റു മനസ്സിലാക്കിയ തുളസി ദേവി മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. മനോദുഃഖത്താൽ നിന്ന ദേവിയോട് മഹാവിഷ്ണു പറഞ്ഞു: ലക്ഷ്മി ദേവിക്ക് തുല്യമായ സ്ഥാനം എന്നിൽ നിനക്ക് ഉണ്ടായിരിക്കും. നിന്റെ ശരീരം ഗണ്ഡകി നദിയായും തലമുടി കൃഷ്ണ തുളസി ചെടിയായും പരിണമിക്കും. നിന്റെ ഭർത്താവിന്റെ അസ്ഥികളിൽ നിന്നും ശംഖും ഉണ്ടാകും. തുളസിയും ശംഖും എന്റെ ആരാധനയ്ക്കായി ഉണ്ടാകും. അങ്ങനെയാണ് തുളസി ദേവിയുടെ ദേഹം ഗണ്ഡകി നദിയായും തലമുടി തുളസി ചെടിയായും രൂപാന്തരപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഭഗവാന്റെ പ്രിയപ്പെട്ട ഇലകൾ ആയതിനാൽ തുളസിയെ ഹരിപ്രിയ എന്നും വിളിക്കുന്നു. താങ്ക് യു.